വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മുടെ മെഗാ സീരീസിൽ. അപ്പം ഇവിടെ നമ്മുടെ കുതിര ഇരിക്കൊണ്ട്, പിന്നെ ഇവിടെ വില്ലേജർ ഇരിക്കൊണ്ട്, എന്തൊക്കെ ഇരിക്കൊണ്ട് ഇവിടെ. അത് ഞാനിപ്പം മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഗോൾ എന്താണ്? സിമ്പിൾ. ഇവൻ്റെ ഇത് കണ്ടോ ഗൈസ് നിങ്ങൾ? ഇവന് 15 കോൾ എടുത്തൊരു എമറാൾഡ്, ഒരു താണ്ടി 9 എമറാൾഡ് എടുത്ത് എൻചാൻഡിങ് ഉള്ള ഇത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവനോട് ട്രേഡ് ചെയ്ത് ഇവൻ്റെ ഇത് കൂട്ടണം. അപ്പം നമുക്ക് ആർമറും ഡയമണ്ടും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. അപ്പം നമ്മുടെ അതിനകത്ത് ഒരു ഇതാണ് പോയിട്ട് കോള് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഒന്നാണ് നമ്മുടെ ഫുഡിൻ്റെ ഇത് കുറച്ചും കൂടെ സെറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഇപ്പോഴത്തെ അയംകുളത്തിന് എന്തായാലും നമ്മൾ കൊല്ലുന്നില്ല കൈസ്. കാര്യം അവിടെ നിന്ന് നമുക്കൊരു ഉപദ്രവമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ എല്ലാം ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ നമുക്ക് ബേസിക്കൽ കുറച്ച് ട്രേഡും ഇതൊക്കെ. പിന്നെ ഗൈസ് നമുക്ക് ഈ ലൈബ്രറിയന്മാരുടെ ഇതുണ്ടല്ലോ ഗൈസ്, അത് ഒപ്പിക്കണം. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് എവിടെയെങ്കിലും വീട്ടിൽ കാണാതിരിക്കത്തില്ല. പിന്നെ ഇന്ന് നമ്മൾ നിദ്രപ്പോട്ടിൽ സെറ്റ് ചെയ്യും, പക്ഷെ പോകത്തില്ല. അത് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ആയിട്ട് ലൈബ്രറിയന്മാരെ ആക്കാൻ ഒരു സംഭവം ഉണ്ടല്ലേ, എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ കാണാതിരിക്കത്തില്ല, എവിടെയെങ്കിലുമൊക്കെ കാണുന്നത്. സാധാരണ എനിക്ക് ഏലൊക്കെ വീട്ടിലൊന്നും കിട്ടുന്നതാണ്. ഇപ്രാവശ്യം ഇവിടെ ഒന്നുമില്ല. നമുക്കത് നോക്കാം എല്ലായിടത്തും. അപ്പം ഞാൻ മുഴുവൻ നോക്കട്ടെ ഗൈസ്. കിട്ടിയേ ഞാനിവിടെ എല്ലാ വീട്ടിലും കയറി നോക്കി, ഇവിടെ എവിടെയും കാണില്ല. അപ്പോൾ ഈ മിസ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കോൾ ഒപ്പിക്കുന്നത്. അത് നമുക്ക് ഇവിടെ എവിടെയും ചെറിയൊരു കീറോട് എന്തെങ്കിലും സ്ഥലമില്ല ഗൈസ്. ഇവിടെ എവിടെയെല്ലാം കിട്ടാതിരിക്കില്ല കോള് ഗൈസ്. ഇവിടെ സ്നോഭയമായിരുന്നോ? ഞാൻ കണ്ടില്ല ഗൈസ്. ഞാനിങ്ങോട്ടൊന്നും വരാത്ത കാരണം ഞാനൊന്നും കാണിച്ചു. ഇവിടെ സ്നോഭയമായിരുന്നു. ഗൈസ് ഇവിടെ ഇതുണ്ട്. ഇവിടെ നട്ടായിരുന്നു. ഞാൻ അവിടെ കോപ്പറൊക്കെ ഇരിക്കുന്നു. ഇറങ്ങണോ? ഇവിടെ വെള്ളമാണ് ഗൈസ്. ഇറങ്ങിയിട്ടും കാര്യമില്ല ഗൈസ്. ഇവിടെ സ്നോഭയമാണ്. ഇവിടെ എന്താ ഐസൊക്കെ കൊള്ളാം അല്ലേ? സ്കേറ്റിങ് ഓക്കെ ഗൈസ്. അപ്പം ഇവിടെ സ്നോ ഭയം എന്നിട്ട് ഒട്ടും പഠിച്ചില്ല ഗൈസ്. ഇവിടെ പൂലമുണ്ട്. നമുക്ക് നല്ല അക്കൗണ്ട് ഗൈസ് സ്വിപ്പറൊക്കെ കിട്ടി. നമുക്ക് ഫസ്റ്റിന് രണ്ടാമത്തെ സ്വിപ്പ് നമുക്ക് ഹാർഡ് കോർ സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കിട്ടിയായിരുന്നു. അത് ഇവിടെ ഇപ്പോൾ താണ്ട് സെക്കൻഡ് എപ്പിസോഡ് ഗൈസ്. നമുക്ക് ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്ത് പറയുക, ലക്കിൻ്റെ ഒരു കൂമ്പാരമാണെന്നാണ് പറയുക. എവിടെ തിരിഞ്ഞാലും ലക്ക. ഇങ്ങനെ ലക്കടിക്കും. നമുക്കിൻ്റെ വീട്ടിൽ ചേർത്തിട്ട് പറയാം. കുറേ ഇതൊക്കെ വന്നിരിക്കുന്ന കേസ്. നമുക്ക് റെസിപ്പി അൺലോക്കായി. ഇവിടെ എന്തെങ്കിലും ഇവിടെ ചെസ്റ്റ് കാണുന്നില്ല, കാണിരിക്കാം ഗൈസ്. നമുക്ക് ട്രിം കിട്ടി. പിന്നെ ടെസ്റ്റ് മാപ്പാണോ? ട്രഷർ മാപ്പ് രണ്ടും ഒരുമിച്ച് വെച്ചൂടെ? പിന്നെ കുറേ ബുക്ക്. ഇപ്പോൾ തന്നെ ബുക്ക് ഒരുപാടായി ഗൈസ്. ഉണ്ട് ഒരുപാട് പേപ്പറും കിട്ടുന്നുണ്ട്. നമുക്കിത് വെച്ചേക്കാം. നമുക്ക് എപ്പോഴും റോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ സെറ്റാവും ഗൈസ്. നമ്മളൊരു വീടൊന്നും ഉണ്ടാക്കില്ല, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കാണുമോ? എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും ഇല്ല. പുറത്തോട്ടായത്. ഇത് വണ്ടിയിലോട്ട് പോകണമല്ലോ. ഇതന്നെ എടുത്ത് വെച്ചോണ്ട് പോകാം ഗൈസ്. ഓക്കെ കയറിക്കോ. ഇവിടെ എന്തുവാ? കുഴപ്പമില്ല, തുറന്നാൽ പോരെ. ഓക്കെ കയറിക്കോ. ഓക്കെ കയറി ഗൈസ്. ഇവിടെ വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ ഉള്ളു ഇവിടെ. ഓക്കെ നമുക്ക് ഇവിടെ തിരിച്ചു പോകാം ഗൈസ്. വേറെ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഡാമേജ് ഇടുന്ന കുറവായിരിക്കും സ്നോ ഇല്ലാത്ത. അവിടെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഈ റാബിറ്റിനെ നോക്കിയാൽ കുഞ്ഞ് റാബിറ്റിൻ്റെ ക്യാരറ്റ് ഇല്ലേ, എനിക്ക് ടൈം ചെയ്യാമായിരുന്നു. ഈ റാബിറ്റ് നല്ല ക്യൂട്ടല്ലേ കാണാൻ? ക്യൂട്ട്. നമുക്ക് റാബിറ്റിനൊക്കെ ടൈം ചെയ്യാം ഗൈസ്. നമ്മൾ വില്ലേജിലൂടെ തിരിച്ചു പോവാം. ഒറ്റ വീട് പിന്നെ ഒന്നും കൂടെ ആയി.
ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഗൈസ്. ഇടയ്ക്കിടെ വെച്ച് പെട്ടെന്ന് ലാഗാവും. ഇതൊരു വല്ലാത്ത പണിയാണില്ല ഗൈസ്. ഇവിടെ ഒരുപാട് റാബിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ടൈം ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് കുറച്ച് ക്യാച്ചുകളൊക്കെ തന്നാൽ പോരെ. ഇവിടെ ഒരു പൂച്ചയൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ അത് ഉണ്ടാക്കണം ഗൈസ്. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് ഇതൊന്ന് കളക്ട് ചെയ്യട്ടെ ഗൈസ്, ക്യാരറ്റ്. അപ്പോൾ പിന്നെ ഇവർക്ക് കൊടുക്കാം ക്യാരറ്റ്. അല്ല ഗൈസ്, ഇത് കിട്ടുന്ന ബീട്രൂട്ടാണ്. ഇപ്പോൾ എത്ര തൊട്ടാണോ അറിയാം. ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ടോ? ഇത് ക്യാരറ്റാണ് ഗൈസ്. ക്യാരറ്റ് കിട്ടി. യെസ്. ക്യാരറ്റ് കിട്ടി. എന്തെങ്കിലും ക്യാരറ്റാണോ? കുറച്ച് ഇരിക്കട്ടെ, മുഴുവൻ എടുക്കാം. ഉമ്മാരോടെ റീഫിൽ ചെയ്തോ, ശരിയില്ല. നീ കുറച്ച് ബീട്രൂട്ട് വെച്ചോ ഗൈസ്. ഈ വീട്ടിൽ നമ്മൾ വന്നതാണോ? എനിക്കില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഭാഗ്യമുണ്ട്. ഇതായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ വീടാക്കി അങ്ങ് എടുത്താൽ. നല്ല ഉയരത്തിൽ നിൽക്കുക. ഇതാണ് നമ്മുടെ വീട്. ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല സ്മൂത്ത് വീട് ഗൈസ്. ഇവിടെ നമ്മുടെ ബെഡ് വരും. അപ്പോൾ എൻ്റെ പണി മുഴുവൻ തീർന്നിട്ടുണ്ട്. കണ്ട ചെറിയൊരു സെറ്റപ്പ്. ഒരു ബ്രൂയിങ് സ്റ്റാൻഡ്, ഒരു ചെസ്റ്റ്, പിന്നെ ഒരു ബെഡ്, ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഇവിടെ, പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ചെറിയ സ്ഥലങ്ങൾ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബേസിക് സാധനങ്ങൾ ഉണ്ടാക്കാം ഗൈസ്. ആദ്യം നമ്മുടെ അണൻ്റെ കയ്യിരിക്കൊണ്ടല്ലേ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ബക്കറ്റ്. ഇവിടെ ബേസിക്കായുള്ള സാധനങ്ങൾ മാത്രം. എനിക്ക് ഒരു ചെസ്റ്റ് പ്ലേറ്റും വേണം ഗൈസ്. ഓക്കെ, പിന്നെ വേറെന്തുവാ നമ്മളല്ലാതെ ഉപയോഗിക്കുന്നത്? ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. ഷിയർ. എൻ്റെ 2 ഗൈസ്. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ വേണം. ഇപ്പോൾ ഷിയറിന് എടുത്ത് കഴിഞ്ഞാൽ 2 പോകും. എൻ്റെ ഷിയറിന് എടുക്കുന്നില്ല. ഓക്കെ, ഇത്ര സെറ്റായി. അല്ല, അതിന് 3 ഉണ്ടോ? 3 ഉണ്ടോ ഗൈസ്? അപ്പോൾ ഷിയറും കൂടെ ഉണ്ടാക്കാം നമുക്ക്. ഇൻഡാൻസ് ഉണ്ടാക്കാനുള്ള ആക്കി വരും. ഓക്കെ, നല്ലൊരു വീഡിയോ. ഓക്കെ, ഷിയർ ഉണ്ടാക്കി. ഇനി ഒന്നും കൂടെ ഉള്ളു. അതവിടെ ഫിൻഡാൻസ് ഷീർ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഒപ്പിച്ചോളാം. അപ്പോൾ ഈ അതിനടുത്ത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇവിടെ വില്ലേജർ ഉണ്ടായിരുന്നല്ലേ. അത് ഇവൻ ജിംബ്രൂട്ടൻ. ഇവൻ എങ്ങനെ നമുക്ക് അകത്ത് തരണം ഗൈസ്. ഇവനുണ്ട് ഈ ലൈബ്രറിയിലുണ്ടല്ലോ, അതാക്കാണോ എനിക്ക്. ഇനി ട്രേഡ് കുറച്ച് ചെയ്യണം. എൻ്റെ കുറച്ച് പേപ്പർ ഉണ്ട് ഗൈസ്. പേപ്പർ വെച്ച് നമുക്ക് എമറാൾഡ് കിട്ടും മറയുന്നു. അതിനാദ്യം ഗൈസ് തോണ്ടേ വരുന്നത് കുറച്ച് ഇതായി. മോനെ ഇങ്ങോട്ട് വേണം. മണ്ടയിലോട്ട് അടക്ക്. അല്ലെങ്കിൽ ഇവിടെ തന്നെ മാർക്ക് കൊടുക്കാം ഗൈസ്. കണ്ട് 24 അതിൻ്റെ 15 ഇപ്പോൾ ഉണ്ട്. ഓക്കെ, മാർക്ക് പേപ്പർ കൂടെ പൂരിപ്പിക്കും ഗൈസ്. ഇതൊക്കെ ഈ ഷുഗർ കെയിൻ കാണുമല്ലേ ഗൈസ്? ഷുഗർ കെയിൻ അല്ല, എന്തോ ഷുഗർ കെയിൻ തന്നെ. അതിനല്ലേ നമ്മൾ പേപ്പർ ഉണ്ടാക്കുക. എന്നിട്ട് അത് മാർക്കൊന്ന് ട്രേഡ് ചെയ്താൽ മതി. ആവശ്യമുള്ള എമറാൾഡ് കിട്ടും. എന്നിട്ട് അതുകൊണ്ട് മറ്റേതിൻ്റെ പോയിട്ടൊരു സാധനം കിട്ടും. അതാണ്ട് ചെയ്യുന്നത് ഈ സംഭവം. ഇത് നമുക്ക് 2 എടുത്തിട്ട് ഒരെണ്ണം നട്ട് തന്നെ വെക്കാം. ഇവിടെ നട്ട് വെക്കാം. പേപ്പർ വെച്ചിട്ടുണ്ടാക്കുന്ന ഷുഗർ കെയിൻ ഒരെണ്ണം ഇരിക്കട്ടെ. നോക്കട്ടെ. പേപ്പർ ഉണ്ടാക്കുന്നത് എന്തുവാ? ഷുഗറാ? അതൊന്നും എനിക്ക് വേണ്ട. ഈ പേപ്പർ ഉണ്ടാക്കുന്ന മതി ബ്രോ. ഇവിടെ വേറെ ഉണ്ട് ഷുഗർ കെയിൻ. അത് മാത്രമേ ഉള്ളൂ. ഇതെന്തോ ഷുഗർ കെയിൻ പോലില്ല സാധനമോ. ലാബില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും മറ്റവൻ നമ്മളെ അകത്തോട്ട് ഇവന് കോള് കൊടുക്കണം. ആ കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. ആ കോള് ഞാൻ എവിടെ പോയി ഒപ്പിക്കുന്നത് ഇനി ഞാൻ ആലോചിക്കണം. വളരെ അതിവിദഗ്ധമായി ആലോചിക്കുക. ഇവൻ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇവൻ നമ്മുടെ ആ സാധനമായിട്ട് അഡാപ്റ്റഡ് ആണോ? നീ വാ, നീ മണ്ടേ കയറി. ഇവനൊക്കെ കോളാണ് വേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴിച്ച് താഴോട്ട് പോയി നോക്കിയാലോ. ഇവിടെ പോവാം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എത്തുമോ നോക്കാം. കോള് കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ സ്റ്റോൺ എത്തിയിട്ടുണ്ട്.
നമുക്ക് സ്റ്റോണിൻ്റെ അഡ്വാൻസ് പോകുന്നുണ്ട് ഗൈസ്. റെസിപ്പി സ്റ്റോൺ പോലും പൊട്ടിക്കാതെ നമ്മൾ എല്ലാം ആയി. ആലോചിക്കുമ്പോൾ ചിരി വരുന്നു. അങ്ങനെ ടോർച്ചില്ലേ, ടോർച്ച് എടുത്തിട്ട് വരാം. ഈ വില്ലേജിൽ വീട്ടിൽ നിന്ന് തന്നെ എടുത്താൽ ഗൈസ്. ടോർച്ചൊക്കെ അവിടുന്ന് ഇഷ്ടംപോലെ കിട്ടും. ഇതാണ്ടേ പറഞ്ഞിരിക്കുന്നു. അതെ അതെ ഇവിടെ അല്ല, ഇവിടെ മതിയാ. ഇവിടുന്നൊക്കെ തന്നെ കോള് കിട്ടണ്ടേ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടത്തില്ല ഗൈസ്, അറിഞ്ഞൂടാ, കിട്ടത്തില്ലെന്ന് തോന്നുന്നു. നമ്മൾ കോപ്പറും കിട്ടി. തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആരെയും രാത്രി നമുക്ക് നടന്ന് ഉറങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ മറ്റവന്മാരൊന്നും എന്നെ കൊല്ലും. അവർ വൃത്തിയേട്ടവന്മാരെ എനിക്ക് ഇഷ്ടമല്ല. കണ്ണെടുത്താൽ ഞാൻ എനിക്ക് കണ്ടുവിടും അവന്മാരെ. ഏനുണ്ട് പ്രത്യേകിച്ച് ക്രീപ്പർ എന്ന് പറയുന്നവൻ എന്നെ കണ്ട് അപ്പോഴേ പൊട്ടിത്തെറിക്കും. കയറി 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 ആണോ? ഇല്ലെങ്കിൽ ഫാൻറ്റം വരും. 3 ദിവസം വരെ കണ്ടില്ലേ ഫാൻറ്റം വരുന്ന? അത് 3 ദിവസം. ഇവിടെ ആരാ പൊട്ടിച്ചത്? എനിക്ക് ചട ചട ചടത്തില്ലേ കൂടെ മര്യാദ ഇറങ്ങിക്കോളാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതും അടിച്ചെടുത്താൽ നമ്മുടെ ഒരു നെതർ പോർട്ടലും ക്രിയേറ്റ് ചെയ്താലോ? നല്ലൊരു ഐഡിയ. എന്നിട്ട് നമ്മുടെ ഒരു ഇതായിട്ടുള്ള നെതർ പോർട്ടൽ കോളേ കിട്ടിയില്ല. ഒരു നെതർ പോർട്ടലെങ്കിൽ നെതർ പോർട്ടൽ എവിടെ വെക്കും? നെതർ പോർട്ടൽ 14 ഒബ്സിഡിയൻ ഉണ്ട് കാണിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും വെക്കണമല്ലോ. ഇങ്ങനെ വെച്ചാലോ? ഇവിടെ ഒരു പാത്ത് പോകുന്നുണ്ട് ഗൈസ്. ഇതോടെ പോയി എൻ്റെ പോയി താഴോട്ടിറങ്ങുന്ന പാത്താ. പാത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ആയിട്ട് ഇറങ്ങിയാലോ? ഇത് കൊള്ളാം. മുന്നിലോട്ട് അങ്ങോട്ട് പറഞ്ഞാലോ? ഇവിടെ പണിയാം ഗൈസ്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊട്ടിക്ക് ഇവിടെ നിന്ന് പ്ലെയിൻ ആക്കാം ഗൈസ്. എന്നിട്ട് ചെറിയൊരു കലാകൃതി ഇവിടെ നിന്ന് പ്രസവിക്കണം. വേണ്ട, നേരെ പണിയാം. എനിക്ക് ഇതും കൂടെ വേണ്ടേ? നമ്മൾ ലൈറ്റ് ചെയ്യുന്നില്ല. ലൈറ്റ് നമുക്ക് പിന്നെ ചെയ്യാം. ഇവിടെ തന്നെ പോരെ? അങ്ങോട്ട് നോക്കട്ടെ. നേരെ വാതിലെടുത്തോട്ട് ഇങ്ങനെ കുറച്ച് ലൈറ്റ് മതി. അതിങ്ങനെ നോക്കണം. ഇങ്ങനെ ആക്കണം. അത് ഇവിടെ വെച്ചാൽ മതിയോ? ഇവിടെ വെച്ചാൽ അങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ട് റോഡിനകത്ത് പോകണം. ഇവിടെ വെക്കാം ഗൈസ്. ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ 3. എന്നിട്ട് ഇവിടെ സ്റ്റോണ്. ഇവിടെ അധികം ഉണ്ട് ഗൈസ്. എന്നാലും ഞാൻ ഇച്ചിരി പിശുക്കും. അവിടെ 1, 2, 3. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെ മണ്ടയിൽ ഒരു സ്റ്റോണ്. 1, 2, 3 മതി. ഇവിടാണ് നമ്മുടെ നെതർ പോർട്ടൽ വരാൻ പോകുന്നത്. സൗണ്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടാണ് നമ്മുടെ നെതർ പോർട്ടൽ വരാൻ പോകുന്നത്. ആക്കോട്ടെ. ലൈറ്റ് ചെയ്തിട്ടില്ല ഇവരായിട്ട്. ലൈറ്റ് എൻ്റെ ഫ്ലിൻറ്റൻസിയിലില്ല. അത് പ്രശ്നമാണ്. എൻ്റെ ഫ്ലിൻ്റ് ഇല്ല. അത് വേറെ പ്രശ്നമാണ്. അവിടെ അയങ്കോളം നിൽക്കുന്നത്. ഹേയ് ബ്രോ, ഹായ് ഇവിടെ തട്ടി താഴെട്ടില്ല വൈസ്. നടക്കട. അയ്യോ പണിയായില്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.